കൂട്ടുകാരെ, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഞണ്ടാണ് കേട്ടോ. ഞണ്ട് വെച്ചിട്ട് തോരനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഞണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞണ്ട് തോരൻ വെക്കാനായിട്ട് ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി, ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് അത്യാവശ്യം ഒന്ന് വഴറ്റി വരട്ടെ കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു കൊച്ചു തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിൽ വെളുത്തുള്ളി ആയിരുന്നാലും ഇഞ്ചി ആയിരുന്നാലും ഒക്കെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ആ ഞണ്ട് കഴിക്കുന്ന സമയത്ത് ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒക്കെ ഒന്ന് കിട്ടുക, അതിൻ്റെ കൂടെ അതൊന്ന് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കുഞ്ഞ് പീസാക്കി ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാനൊരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചേർക്കാനായിട്ട് ആ കൂട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൽ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു കപ്പ് തേങ്ങ, പിന്നെ എന്നാ ഒരു കഷ്ണം കൊച്ചുള്ളി, ഇത്രയുമാണ് ഞാൻ ഇതിൽ ചേർത്തേക്കുന്നത്. കൂടാതെ നമ്മുടെ കറിവേപ്പിലയും ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ചതച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. കുറച്ച് എരിവുണ്ട് കേട്ടോ. മുളക് പൊടി ആയിരുന്നാലും കുരുമുളക് ആയിരുന്നാലും കുറച്ച് കൂട്ടി ചേർത്തിട്ടുണ്ട് ഞാൻ. കരിഞ്ഞണ്ടല്ല, അപ്പോൾ ഇത്തിരി എരിവൊക്കെ വേണമല്ലോ, അതിനുവേണ്ടി. പിന്നെ എനിക്കും എരിവ് വേണം കേട്ടോ. നമുക്ക് വേണ്ടുന്ന പാകം ഇതാണ് കേട്ടോ. കഷ്ണങ്ങളെല്ലാം ഒത്തിരി ഉണ്ട്. അപ്പോഴിതേ നമുക്ക് കിട്ടേണ്ട പാകം ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് കടിക്കാൻ കിട്ടണം നമുക്ക്. അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം. അത്യാവശ്യം വെന്തിട്ടുണ്ട് എന്ന് കരുതി നല്ലതുപോലെ അങ്ങ് ഉടഞ്ഞിട്ടില്ല. മസാലക്കൂട്ട് ഇതാണ് പാകം കേട്ടോ. ഈ രീതിയിലാക്കി എടുക്കുക. കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ കിടക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മുടെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ചെറിയ തീ മതി കേട്ടോ. കണ്ടില്ലേ, ഈ രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഞണ്ടില്ലേ അതൊന്നിട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഈ മസാലക്കൂട്ടിൻ്റെ പുറത്ത് ആക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ഞണ്ട് നല്ല രീതിയിൽ വേവുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേ ഉപ്പ് ഇത്തിരി കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മതിയാവും. ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. നമുക്ക് എപ്പോഴെങ്കിലും ഞണ്ട് കൈ കിട്ടുമ്പോൾ അപ്പോഴും ഓർമ്മ വേണം ഈ ഞണ്ട് തോരനെക്കുറിച്ച്. അപ്പോൾ എല്ലാവരും ഞണ്ട് തോരൻ തയ്യാറാക്കി നോക്കുക. ഇതിനോട് കഴിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്നതാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിനോട് കഴിക്കാൻ ഒരു കാര്യം തയ്യാറാക്കണമെന്ന് പറഞ്ഞില്ലേ, അതാണ് ചക്കപ്പുഴുക്കും പിന്നെ എന്നതാ നമ്മുടെ ഞണ്ട് തോരനുമാണ് കേട്ടോ.